ചൈനയിൽ വീണ്ടും വൈറസ് ഭീതി. കോവിഡ് മഹാമാരിക്ക് ശേഷം HMPV അഥവാ ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസാണ് ചൈനയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണം കൂടിയതായും ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും സൂചന. എന്നാൽ ചൈനീസ് സർക്കാരിൽ നിന്നോ ലോകാരോഗ്യ സംഘടനയിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കോവിഡ് മഹാമാരിക്കു ശേഷം ചൈനയിൽ മറ്റൊരു വൈറസ് അതിവേഗം വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ് പടർന്നു പിടിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന് 5 വർഷത്തിനു ശേഷമുണ്ടാകുന്ന രോഗബാധയിൽ ആശുപത്രി കിടക്കകൾ നിറഞ്ഞുവെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിരവധി മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, COVID-19 എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും വാർത്തകളുണ്ട്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും ചില മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ചൈനീസ് സർക്കാരിൽ നിന്നോ ലോകാരോഗ്യ സംഘടനയിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഡിസംബർ 16 മുതൽ 22 വരെയുള്ള ആഴ്ചയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധ ഗണ്യമായി വർദ്ധിച്ചതായി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ പ്രതികരിച്ചു. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് HMPV. കോവിഡിന് സമാനമായി പടരുന്ന വൈറസാണിത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് HMPV കേസുകൾ കൂടുതൽ കാണപ്പെടുന്നതെന്നാണ് വിവരം. പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് അപകട സാധ്യത ഏറെ. ചില കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. പാരാമിക്സോവിരിഡെ ഇനത്തിൽപ്പെട്ട HMPV ആദ്യമായി സ്ഥിരീകരിച്ചത് 2001-ലാണ്. HMPVക്ക് പ്രത്യേക വാക്സിനേഷനോ ചികിത്സയോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.